ബോസ് മലയാളം സീസണിൽ രാവിലെ നൂറയും അനിമോളും ആദിലയും കൂടെ കിച്ചണിൽ വഴക്ക് നടക്കുകയാണ്. കാരണം അനിമോൾ ചായ വെക്കാൻ പോയപ്പം നൂറ പറഞ്ഞ് നീ ചായ വെക്കണ്ട, നീ ചായ വെച്ചാൽ ടേസ്റ്റ് ഇല്ല, ഞാൻ ചായ വെച്ചോളാം എന്ന് പറയുന്നു. അപ്പം ആദില പറയുന്നു അതാണ് ശരി, നീ വെക്കണ്ട, നീ വെച്ചിട്ട് കുടിക്കാൻ പറ്റുന്നില്ല, കൊള്ളാത്ത ചായയാണ്, നൂറ വെക്കുമെന്ന് പറഞ്ഞു. അപ്പം നൂറ പറയുന്നു ഒന്നല്ലെങ്കിൽ ഞാൻ വെക്കാം, അല്ലെ ഷാനവാസ്ക വെക്കാമെന്ന് പറയുന്നു. അപ്പോൾ അനിമോൾ പറയുന്നത് ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയാലും ഇപ്പോൾ എല്ലാവർക്കും കുറ്റമാണ്. ചായ വെച്ചാൽ ചായക്ക് കുറ്റം, കറി വെച്ചാൽ എരിവ് കൂടുതലാണ്, എല്ലാത്തിനും ഇപ്പം കുറ്റം പറച്ചിലാണ്. എന്നാൽ എല്ലാവരും നല്ലപോലെ കഴിക്കുകയും ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനിമോൾ പറയുന്നുണ്ട് നിങ്ങളുടെ കടുപ്പമൊന്നും എനിക്ക് അറിയത്തില്ല, നിങ്ങൾ പറയണം എരിവ് കൂടുതലാണെങ്കിലും ചായക്ക് കടുപ്പമാണെങ്കിൽ കുറയ്ക്കാൻ പറയണം. അപ്പം ആദില പറയുന്നത് ഇപ്പം നിൻ്റെ വീടൊന്നും അല്ലല്ലോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം, ഞങ്ങൾക്ക് വാട്ടവെള്ളം കുടിക്കാൻ താല്പര്യമില്ല, നീ ഉണ്ടാക്കണ്ട, നൂറ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ പറയുന്നത് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പം ഷാനവാസ് പറയുന്ന അവരുണ്ടാക്കിക്കോട്ടെ, നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അനിമോൾ പറയുകയാണ് നെവിനും സാബുമോനും കുറച്ച് പാല് മാറ്റി വെക്കണം, അവർ ചായ കുടിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നൂറ പറയുന്നത് നീ എന്തിനാ എല്ലാത്തിനും കയറി പിടിക്കുന്നത്, എന്തെങ്കിലും പറയുമ്പോൾ നീ ചാടിക്കടിക്കുന്നത് എന്തിനാ, നീ ആരോടാ ചാടിക്കടിക്കുന്നത്, ഞങ്ങൾക്കറിയാം ഇത് ഉണ്ടാക്കാനെന്ന് പറയുന്നത്. അപ്പം അനിമോൾ പറയുന്നത് ഞാനൊന്നും പറയാൻ വരുന്നില്ല. അപ്പം ഷാനവാസ് പറയുന്നത് അതിന് അനിമോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടില്ല, അനിമോൾ നിങ്ങളോട് കാര്യമല്ലേ പറഞ്ഞത്, അതിന് നിങ്ങളെന്തിനാ ഇത്ര ചൂടാവുന്നതെന്ന് പറഞ്ഞപ്പം നൂറ പറയുന്നുണ്ട് ആരും ആർക്കും സപ്പോർട്ട് ചെയ്ത് പറയണ്ട, ഞങ്ങൾക്കറിയാം ഉണ്ടാക്കാനെന്നും പറഞ്ഞ് നൂറ ഉണ്ടാക്കുക. അപ്പം അനിമോൾ അങ്ങ് ഇറങ്ങിപ്പോണ്. ഇപ്പം നൂറാക്കും അതിലേക്ക് അനിമോളുമായിട്ടുള്ള കൂട്ട് വിടണം, അതാണ് അവരുടെ പ്ലാന്. അതവർ പറയുന്നുണ്ട്. അത് അനിമോൾക്ക് പുറത്തിപ്പോൾ സപ്പോർട്ടില്ല എന്നങ്ങാണ്ട് ഓർത്താണ് അവർ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്.